ഗുഡ് ആഫ്റ്റർനൂൺ. +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ദ സറാംഗ ഫ്രാനാഗഞ്ചി എന്ന സ്റ്റോറിയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ എ.ജെ. ക്രോണിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായ 2 ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് അവരുടെ ക്യാരക്ടർ അനാലിസിസിലൂടെ മനുഷ്യത്വം എന്നത് അപ്പിയറൻസിലല്ല, അപ്പിയറൻസ് ഇസ് ഡിസെപ്റ്റീവ് എന്നോ അല്ലെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്നുള്ള പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം ഒരാളുടെ ബാഹ്യരൂപത്തിലല്ല അയാളുടെ മഹത്വവും അയാളുടെ നന്മയും കുടികൊള്ളുന്നത്, അയാളുടെ പ്രവർത്തനത്തിലാണ് എന്ന് സ്ഥാപിക്കാനാണ് ഡോക്ടർ എ.ജെ. ക്രോണിൻ ശ്രമിക്കുന്നത്. കഥ തുടങ്ങുന്നത് കപ്പലിലെ സോഷ്യൽ പ്രൊമോട്ടറിലെ ഉദ്യോഗസ്ഥയായ മിസ് ജോബ് സ്മിത്ത് എന്ന ലേഡി ഈ കഥയിലെ പ്രധാന ക്യാരക്ടറായ ഒരാളെ ഹസൻ എന്ന ക്യാരക്ടറിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ ബാഹ്യരൂപത്തെ കളിയാക്കിക്കൊണ്ട് തന്റെ കാമുകനോട് സംസാരിക്കുന്നതായിട്ടാണ്. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് എൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എന്ന് ചോദിക്കുകയാണ് ഈ ജോബ് സ്മിത്ത് എന്ന ലേഡി അവരുടെ കാമുകനോട്. ഇത്രയും വികൃത രൂപമുള്ള ഒരാളെ താങ്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അവരുടെ വോയിസ്, അത് പറയുമ്പോൾ അവരുടെ ശബ്ദം വെൽ ബ്രെഡ് വോയിസ് ആണ്. ഉന്നത കുലജാതർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക ഭാഷാ പ്രത്യേകതയോടുകൂടിയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അവരുടെ സംസാരം കേട്ട് ഇതിലെ എഴുത്തുകാരനും ഇതിലെ മെയിൻ ക്യാരക്ടറുമായ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സുമായ നമ്മുടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ അവർ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ അയാൾ കാണുന്നു ഹസൻ ഒരു ക്യാരക്ടറിനെ കാണുന്നു, ഒരാളെ കാണുന്നു. അയാളുടെ രൂപം ഇവർ പറഞ്ഞതുപോലെ തന്നെ അഗ്ലിയാണ്. ഒരു നേറ്റീവ് സീമനാണ്, അവരുടെ ഇന്ത്യക്കാരനായ ഒരു കപ്പൽ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് സറാങ് എന്നുള്ള പദവിയാണ്, സ്രാങ്ക് എന്ന ജോലിയാണ്. അതായത് കപ്പലിലെ ജോലിക്കാർക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളുടെ ജോലിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. അദ്ദേഹത്തെ എ.ജെ. ക്രോണിൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഹസൻ എന്നുള്ള ക്യാരക്ടർ പേരൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹസൻ എന്നുള്ള ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കപ്പൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കപ്പൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കപ്പലിനെ കുറിച്ച് പറയുകയാണ്. അത് ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു, പാക്ഡ് ആയിരുന്നു. അതിലുള്ള ഓഫീസേഴ്സൊക്കെ ഇംഗ്ലീഷുകാരായിരുന്നെങ്കിലും അതിലുള്ള യാത്രക്കാർ മുഴുവനും ഇന്ത്യക്കാരായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ് ഒരു തിരക്ക് കപ്പലിലുണ്ടായിരുന്നു. മുഴുവൻ ടൂറിസ്റ്റും അതുപോലെ തന്നെ പ്ലഷർ സീക്കേഴ്സും ഒക്കെ ആയിട്ടുള്ള സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അതിൽ കൂടുതലായിട്ടും ഉള്ളത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ജോബ് സ്മിത്ത്, മിസ് ജോബ് സ്മിത്ത് എന്ന കപ്പലിലെ സോഷ്യൽ പ്രൊമോട്ടർ എന്ന ഉദ്യോഗം വഹിക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ജോബ് സ്മിത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് അല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പേജ് നമ്പർ 113 ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ജോബ് സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ ഒബ്വിയസ്ലി ഓവർ 30 ആ ഭാഗം വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ഒരു നോട്ട് ഓൺലി എ സ്നോബ് ബട്ട് എ ബോർ, അവരുടെ ക്യാരക്ടർ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ക്യാരക്ടർ ഓഫ് ഹസൻ, അത് നമ്മൾ മനസ്സിലാക്കിയത് നന്നായിരിക്കും. സ്നോബ് എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ താഴെയുള്ളവരെ പുച്ഛത്തോടെ മാത്രം കാണുന്ന സ്വഭാവമുള്ളയാൾ എന്നാണ്. ബോർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിരസമായിട്ട് മാത്രം പിന്നെ എന്താണ് വിരസതയുണ്ടാക്കുന്ന സ്വഭാവമുള്ള ആളാണ്. എങ്ങനെയായാലും അവരുടെ ക്യാരക്ടർ തികച്ചും എന്താണ് വളരെ അതൃപ്തികരമായ സുഖകരമല്ലാത്ത ക്യാരക്ടറാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി വെക്കലാണ് ഈ പാഠത്തിൽ ഒന്ന് ചെയ്യേണ്ടത്. നേരത്തെ ഹസന്റെ എൻട്രി മാത്രം പറഞ്ഞു, പിന്നെ ഈ ജോബ് സ്മിത്തിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ആണ് പിന്നെ അടുത്ത സീൻ. അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം പറയാണ്, ഡോക്ടർ ക്രോണിൻ പറയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഹസൻ വന്നു. 2 പേരെയും കൂട്ടിയാണ് വന്നത്. അദ്ദേഹത്തിന്റെ ജോലിക്കാർ 2 പേരെയും കൂട്ടി അദ്ദേഹം ഡോക്ടർ ക്രോണിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, പരുക്കനായ തന്റെ സ്വതസിദ്ധമായ സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്.
ഈ രണ്ടുപേർക്കും അസുഖമുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ വളരെ അദ്ദേഹം ആകെ ഷോക്ക്ഡായി, സ്തബ്ധനായിപ്പോയി. കാരണം ഏറ്റവും ഭയക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളാണ്, അന്നത്തെ ഏറ്റവും ഭീകരമായ എപ്പിഡമിക്കായ പകർച്ചവ്യാധിയായ വസൂരിയുടെ ലക്ഷണങ്ങളാണ് ഇവരിൽ കണ്ടത്. അപ്പോൾ ഡോക്ടർ പറയാണ്, പിന്നെ ക്രോണിൻ പറയാണ്, യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിംഗ്സ്. സാധാരണ ഡോക്ടർമാർ അവർക്ക് ഉണ്ടാകുന്ന വെപ്രാളങ്ങളും പ്രയാസങ്ങളൊക്കെ രോഗികളെയോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം വന്നവരെയോ അറിയിക്കാറില്ല. പക്ഷേ ഇദ്ദേഹം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട്, പരിചയം അത്ര ഇല്ലാത്ത ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആങ്സൈറ്റി മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. ഉടനെ തന്നെ കപ്പലിലെ ക്യാപ്റ്റനെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ധൃതിപ്പെട്ട് പോവുകയാണ്. ക്യാപ്റ്റൻ ഹാമ്പിൾ, പിന്നെ ക്യാപ്റ്റൻ ഹാമ്പിളിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ക്യാപ്റ്റൻ ഹാമ്പിളിന്റെ അടുത്ത് ഇദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇനി ക്യാപ്റ്റൻ ഹാമ്പിളിന്റെ ഒരു ചെറിയ ഒരു രൂപമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രവിച്ച ഡോക്ടർ ക്രോണിൻ ഈ രോഗത്തിന്റെ കാര്യം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഇറ്റ്സ് certainly entirely up to you. I can't give you any of my officers. ബട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് ഈ ഷിപ്പിലെ ഹെൽത്തിന്റെ ചാർജ് ഉള്ളത്. എനിക്കാണെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല, പക്ഷേ ഞാൻ ഒരാളെ നിങ്ങൾക്ക് തരാം. ഹസൻ, സറാങ് ഓഫ് ദ ഷിപ്പ്, ഞാൻ നിങ്ങൾക്ക് തരാം. അയാൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും, നല്ല വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഹസൻ എന്നുള്ള ഒരാളെ ഡോക്ടർ ക്രോണിന് ക്യാപ്റ്റൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്, കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഹസന്റെ ക്യാരക്ടർ സ്കെച്ചിന് തയ്യാറാക്കുമ്പോൾ ഈ കാര്യം സൂചിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം ക്യാപ്റ്റന്റെ സർട്ടിഫിക്കറ്റ്, ഹസന്റെ ഏറ്റവും നല്ല ഒരാളാണെന്നുള്ള ക്യാപ്റ്റന്റെ സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ആ ഭാഗമാണ് മറ്റൊന്ന് ശ്രദ്ധയോടുകൂടെ വായിക്കേണ്ടത്. അപ്പോൾ ആകെ വെപ്രാളപ്പെട്ട് ആകെ വയറ്റിൽ കാളിച്ചയുമായി, അതായത് ഭയപ്പാടോടുകൂടി അദ്ദേഹം പിന്നെ തിരിച്ച് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ രോഗികളിൽ ചില ആൾക്കാർ പല രോഗത്തിന്റെ മൂർച്ഛിക്കുന്ന പല ലക്ഷണങ്ങളും കാണിച്ചു. അപ്പോൾ ഇവരെ സാധാരണ ഈ പകർച്ചവ്യാധി ആയതുകൊണ്ട് ഇവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐസൊലേറ്റ് ചെയ്യാനാണെങ്കിൽ ഷിപ്പിൽ 1 ഇഞ്ച് സ്ഥലമില്ല. അപ്പോൾ ഇദ്ദേഹം ആകെ നിസ്സഹായനായി നിൽക്കുമ്പോൾ നമ്മുടെ ഹസൻ പറയുകയാണ്, വിൽ മേക്ക് എ ഷെൽട്ടർ ഓൺ ആഫ്റ്റർ ഡെക്ക് ഡോക്ടർ സാഹിബ്. ഡോക്ടർ, നമുക്ക് ആഫ്റ്റർ ഡെക്കിൽ ഒരു ഷെൽട്ടർ നമുക്കുണ്ടാക്കാം എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ഹസൻ പറയും. ഇത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ മറ്റൊരു സൂചകമാണ്. ഹസൻ ഈ ഓരോ ആളുകളുടെ വാക്കുകളിൽ നിന്നും മറ്റുള്ള ആളുകളുടെ ആയിട്ടുള്ള ഇടപാടുകളിൽ നിന്നുമാണ് നമ്മൾ ഹസന്റെ ക്യാരക്ടറിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുകയും ഈ രോഗികളെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കപ്പലിൽ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എപ്പിഡമിക് എല്ലാവർക്കും പകരും. ഈ പകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കപ്പലിൽ ലഹളയുണ്ടാകും, ആളുകൾ തമ്മിൽ പരസ്പരം അടിപിടി കൂടും, കുറെ ആളുകൾ കടലിൽ എടുത്തെറിയപ്പെടും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഡോക്ടറും ക്യാപ്റ്റനും ഒക്കെ ഭയക്കുന്നത്. പക്ഷെ ഇത് വളരെ പക്വതയോടുകൂടെ ഡോക്ടർ ഹസന്റെ സഹായത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഇവരെ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ട് ക്രോണിൻ ചോദിക്കുകയാണ്, ഹു ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ആൻഡ് അറ്റൻഡ് ദീസ് മെൻ? ഇവരാരാണ് അറ്റൻഡ് ചെയ്യുക? ഇവിടെ താമസിപ്പിച്ചാൽ പോരല്ലോ, അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഹസൻ വളരെ കൂളായിട്ട് പറയാണ്, ഗ്ലാൻസ്ഡ് അറ്റ് മീ ഇൻ സർപ്രൈസ്, വൈ നാച്ചുറലി ഇറ്റ് ഇസ് ഐ, ഞാനല്ലാതെ മറ്റാര് എന്ന് വളരെ താല്പര്യപൂർവ്വം ഹസൻ പറയുന്നു. അത് മറ്റൊരു അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനുള്ള മറ്റൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, യു മസ്റ്റ് ബി കെയർഫുൾ. ഡോക്ടർ ക്രോണിൻ പറയാണ്, യു മസ്റ്റ് ബി കെയർഫുൾ, ദിസ് ഡിസീസ് ഇസ് മോസ്റ്റ് കണ്ടേജിയസ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഹസൻ ഒരുപക്ഷെ ഈ രോഗത്തിന്റെ ഭീകരത അറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്നതുകൊണ്ടോ മറ്റോ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, യു മസ്റ്റ് ബി കെയർഫുൾ, ഇത് വളരെ പകരുന്ന രോഗമാണ്. അപ്പോൾ ഹസൻ പറഞ്ഞു, വളരെ കൂളായി പറയാണ്, ഐ ആം നോട്ട് എഫ്രൈഡ് ഡോക്ടർ സാഹിബ്, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഭയവുമില്ലല്ലോ
എന്ന രൂപത്തിൽ ഹസൻ തിരിച്ചു പറയാണ്. അങ്ങനെ പിന്നീട് പറയുന്നത് ഹസനും അദ്ദേഹവും കൂടി എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വരുന്ന രോഗികളൊക്കെ പരിചരിച്ച് ഡയഗ്നോസ് ചെയ്യുന്നവരൊക്കെ പരിചരിക്കുകയും ആവശ്യമായ പരിചരണമൊക്കെ കൊടുത്ത് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. മറ്റാരെയും അറിയിക്കാതെ നോക്കുകയും ചെയ്തു. ഇതിലൊക്കെ ഈ പരിചരണത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആളാണ്, ഡോക്ടറേക്കാൾ കൂടുതലായിട്ട് പങ്കുവഹിച്ച ആളാണ് ഹസൻ. അപ്പം പിന്നെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ഐ ഹാഡ് ടു ബെഗ് ഹിം ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. പരിചരിക്കുന്നതിനിടക്ക് വീണ്ടും ഡോക്ടർ ഒരിക്കൽ ഓർമ്മിപ്പിക്കുകയാണ്, നീ അടുത്ത് പോകരുത്, താങ്കൾ അടുത്ത് പോകരുത്, കാരണം ഇത് ശ്രദ്ധിക്കണം, ലൈഫിന് ഭീഷണിയാണെന്നുള്ള രൂപത്തിൽ. അപ്പോൾ അദ്ദേഹം തന്റെ പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് പറയാണ്, ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്? താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, താങ്കൾ ശ്രദ്ധിച്ചോളണം, എന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. പിന്നെ പറയാണ്, ഇൻഡീഡ് ബിസൈഡ്സ് ദിസ് ഇസ് മൈ വർക്ക്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇത് എന്റെ ജോലിയാണ്, താങ്കളുടെ ജോലിയല്ല, താങ്കൾ എന്നിട്ട് പോലും ഇത്രയും ആത്മാർത്ഥമായി ചെയ്യേണ്ടതായിട്ടില്ലല്ലോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾ മറുപടി ആരാണ്, ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഇസ് മൈ വർക്ക് ടു. ഞാൻ സ്ട്രോങ് ആണ്, ഇതെന്റെ ജോലി കൂടെയാണ്. അപ്പോൾ അദ്ദേഹം തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും കുറച്ചുകൂടെ സീരിയസ് ആവുകയാണ്. അദ്ദേഹത്തിന് കൺസേൺ വർദ്ധിക്കുകയാണ്, ആകാംക്ഷ വർദ്ധിക്കുകയാണ് ഡോക്ടർ. പിന്നീട് വീണ്ടും നമ്മുടെ ഹസന്റെ ക്യാരക്ടറിന്റെ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഒക്കെ കാണുകയാണ്. അദ്ദേഹത്തെ ഡോക്ടർ കുറച്ച് ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡെക്കിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി, അതായത് ഈ രോഗികളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് പരിചരിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഒരാൾ ഞരങ്ങുകയോ മൂളുകയോ മറ്റോ ചെയ്യുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചെന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഡോക്ടർ കാണുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പറയാണ്. അദ്ദേഹത്തിന്റെ അത് നിങ്ങൾ വായിച്ചാൽ മതി. ഹസന് പ്രത്യേകിച്ച് കുടുംബമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെ കുറിച്ചൊക്കെ പറയാണ്. പിന്നെ പറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാണ് ഹസന്റെ ജീവിതത്തിലെ ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വയർഡ്, ഒന്നും അയാൾ സമ്പാദിച്ചില്ല എന്നിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്, ഹസൻ, യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി, ദ കമ്പനി മസ്റ്റ് ഗിവ് യു എക്സ്ട്രാ പേ. ഡോക്ടർ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, താങ്കൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കമ്പനി താങ്കൾക്ക് ധാരാളം പണം ഇനിയും തരണം. ദെൻ ഹി ആൻസേർഡ്, അദ്ദേഹത്തിന്റെ ആൻസർ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പാഠത്തിൽ. വാട്ട് യൂസസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്? ഐ എം വെൽ ഇനഫ് ദ വേ ഐ ആം. ഡോക്ടർ, ഈ പണത്തിന് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ മറുപടി ജീവിതത്തോടുള്ള ഹസനെ പോലെയുള്ള വളരെ അൺഇമ്പോർട്ടന്റ് ആണ് എന്ന് പുറത്തുള്ളവർ വിചാരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അത്, അല്ലെങ്കിൽ ഹസന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഹി വാസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ, വളരെ സിൻസിയർ ആയിരുന്നു, ഒരു റിവാർഡിനുള്ള ഹോപ്പും ഇല്ലാതെയാണ് അദ്ദേഹം പെരുമാറുന്നത്. പണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. കറേജ് ഉണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, പാവമായി പണമില്ലാത്തവനായി ജനിക്കുന്നു, അതേപോലെ തന്നെ ഒന്നുമില്ലാതെ മരിക്കുന്നു, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമായിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഓതർ പറയുന്നത്, ഓതർ സ്വയം കമ്പയർ ചെയ്യുകയാണ് അദ്ദേഹവുമായിട്ട്. അദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ, ഞാൻ ഇയാളെ സംബന്ധിച്ച് ഞാൻ ആരാണ്? എനിക്ക് പണത്തിനും അതേപോലെ തന്നെ പദവിക്കും വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹവും ഈ ഹസന്റെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡും ആയിട്ട് നോക്കുമ്പോൾ ഞാൻ ഹസനേക്കാൾ എത്ര താഴെയാണ്, എത്ര മോശക്കാരനാണ് എന്ന് ഡോക്ടർക്ക് തോന്നുകയാണ്, ഡോക്ടർ ക്രോണിന് തോന്നുകയാണ്. അയാൾ പറയാണ്, ഐ വാസ് കോൺഷ്യസ് ഓഫ് എ സീക്രട്ട് ഷെയിം. ഞാൻ സ്വകാര്യമായി ലജ്ജിച്ചു. അത്രയാണ് ഹസന്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിട്ട് ഈ പാഠത്തിൽ ഉള്ളത്. അപ്പോൾ പിന്നെ പറയുന്നത്, പുതിയ കേസസ് ഒന്നും വന്നില്ല, അങ്ങനെ തന്നെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്നത്,
അവസാനം നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ജോബ് സ്മിത്ത് എന്ന ക്യാരക്ടർ വീണ്ടും പ്രത്യക്ഷപ്പെടുക. ഏതാണ്ട് കൽക്കട്ടയിൽ എത്താൻ നോക്കുമ്പോഴത്തേക്ക് കുറേ ആളുകൾക്കൊക്കെ രോഗം വന്നെങ്കിലും അവരെയൊക്കെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും മാറ്റി ഐസൊലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ അവസാനം ഈ ജോബ് സ്മിത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇയാൾ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജോബ് സ്മിത്ത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറയാണ്, where did you എന്താണ് the hunters from Chennai sung down Ben Rounder with a fascination upon me. എന്നിട്ട് പറയാണ്, where did you keep him during the entire voyage, Dr. Dear? In a special cage? നേരത്തെ ഹസനെ വീണ്ടും അവർ കാണുമ്പോൾ അവർ ചോദിക്കുകയാണ്, നേരത്തെ ഞാൻ കണ്ട ആൾ ഇതുവരെ എവിടെയായിരുന്നു അയാൾ ഒരു കൂട്ടിലായിരുന്നോ എന്ന് വളരെ പരിഹാസ രൂപേണ ജോബ് സ്മിത്ത് ഡോക്ടറുടെ അടുത്ത് വന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം ആകെ ഈ ഹസനെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ നിർത്തി അയാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും സ്വപ്നത്തിൽ നിന്ന് ഉണർത്താൻ എന്ന വണ്ണം ഈ ലേഡി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇൻ എ വേ ഇറ്റ് വാസ് എ കേജ്, ബട്ട് ഇസ്ന്റ് ഇറ്റ് ക്വിയർ മിസ് ജോബ് സ്മിത്ത്, ദ എനിമൽസ് വെർ ഓൾ ഔട്ട്സൈഡ്. അദ്ദേഹത്തിന്റെ മറുപടിയാണ്, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ്. എന്താണ്? അതെ, അദ്ദേഹം ഒരു കൂട്ടിലായിരുന്നു. ഇറ്റ് വാസ് എ കേജ്, ബട്ട് ഇസ്ന്റ് ഇറ്റ് ക്വിയർ, വളരെ സ്ട്രെയിഞ്ച് ആണല്ലോ ജോബ് സ്മിത്ത്, ദ എനിമൽസ് വെർ ഓൾ ഔട്ട്സൈഡ്, മൃഗങ്ങളെല്ലാം പുറത്തല്ലേ കിടക്കുന്നത്. എന്താണ് ആ മറുപടി? വളരെ മീനിങ് ഫുൾ ആണ്. ഒരുപക്ഷെ ജോബ് സ്മിത്ത് ഒരു എനിമലാണ്, ചിന്തയില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ പറ്റാത്ത, ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ജോബ് സ്മിത്ത്. നമ്മളൊക്കെ അങ്ങനെയാണ്. എല്ലാവരോടും കൂടെയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ തോട്ട്ഫുള്ളായ, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. നമ്മളൊക്കെ ഹസനെ നോക്കുമ്പോൾ നമ്മളൊക്കെ മൃഗങ്ങളും അദ്ദേഹം മാത്രം മനുഷ്യനും എന്ന് പറയേണ്ടി വരും എന്നുള്ള രൂപത്തിലുള്ള മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തി ഈ സെന്റൻസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുമ്പോൾ തന്നെ ഹസന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ ഡോക്ടറുടെ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ വർക്കിലുള്ള ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടിയും ജോബ് സ്മിത്ത് എന്ന ക്യാരക്ടറുമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഹസന്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ലെസൺ. വരുന്ന വ്യത്യസ്ത ചോദ്യങ്ങൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.